2026 ഓഗസ്റ്റ് 3-ാം തീയതി ഏതാണ്ട് 9:30 മണി സമയം ഞാൻ പാലാ നഗരസഭയിലെ കൊട്ടാരമറ്റം, പാലാ ടൗണിലെ കൊട്ടാരമറ്റം ജംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ മഴയും പൊഴിയും പാലക്കാരും എന്നുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്കറിയാം, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ കൊണ്ട് ഈ റോഡിലെ വെള്ളം പൂർണ്ണമായിട്ടും പാലായിൽ വെള്ളം ഇറങ്ങി സാധാരണ ഗതിയിലേക്ക് പാല മാറിയതാണ്. ഇന്ന് തിങ്കളാഴ്ച നമുക്കറിയാം, ഒരു കടകളെല്ലാം തുറക്കാം എന്ന് കരുതി കടകളെല്ലാം ഇന്നലെ ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ റോഡെല്ലാം നഗരസഭ പുറത്തെല്ലാം ക്ലീൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ കണ്ടീഷനിൽ വീണ്ടും അതിശക്തമായ മഴ കഴിഞ്ഞ രാത്രിയിൽ പെയ്യുകയായിരുന്നു. ആ മഴയിൽ കിഴക്കൻ മേഖലയിലും മറ്റും പെയ്ത മഴയിൽ ശക്തമായ വെള്ളമൊഴുക്കുണ്ടായി. ഇവിടെ ഇപ്പൊ ഏതാനും ജീപ്പുകളും പോലീസ് ജീപ്പും ഒക്കെ മാത്രമേ ഈ ഇതിലെ പോകുന്നുള്ളൂ. ഇപ്പൊ വീണ്ടും വെള്ളം ഉയർന്നു വരികയാണ്. നമുക്കറിയാം, പാലായിലെ സാന്തോം കോംപ്ലക്സ്, പുത്തേട്ട് ആർക്കേഡ്, പാലാ ബിഷപ്സ് ഹൗസ് ഒക്കെ ഇവിടെ അടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം കോമ്പൗണ്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അസാധാരണമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 3 ദിവസം ഒരേപോലെ തന്നെ ഈ പാലാ നഗരം നിശ്ചലമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പാലായിലെ ഒരു റിവർ വ്യൂ റോഡിലൂടെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അത്യാവശ്യ സൗകര്യമുണ്ട് എന്നുള്ള വിവരം എല്ലാവരും മനസ്സിലാക്കുക. റിവർ വ്യൂ റോഡിലൂടെ കടന്നു വന്ന് വലിയ പാലത്തിന്റെ കൂടെ കടന്ന് പൊൻകുന്നം ഭാഗത്തേക്ക് വാഹനം പോകാം. ചില ഇട റോഡുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളുള്ളവർ മാത്രം യാത്ര ചെയ്യുക, അല്ലാത്തവർ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഇന്നൊരു അവധി ദിവസമാണ്. കടകളൊക്കെ താഴ്ന്ന പ്രദേശത്തുള്ള കടകളെല്ലാം അടച്ചു കിടക്കുകയാണ്. വൈദ്യുതി ബന്ധം ഏതാണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ആയവർ പരസ്പരം സഹായിക്കുക. വളരെ താഴ്ന്ന ഭാഗങ്ങളിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ കിട്ടുക, അതായത് വൈദ്യുതി ബന്ധം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഈ രീതിയിൽ മഴ ഇന്ന് ശമിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആശ്വാസം ഉണ്ടാകും. ഇല്ല, ഇതുപോലെ തന്നെ രാത്രിയിൽ മഴ പെയ്താൽ ഈ ഒട്ടും മാറ്റമില്ലാതെ നാളെയും ഇതുപോലെയൊക്കെ സ്ഥിതി വരാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷം സാധാരണ പാലായി പതിവുള്ളതല്ല. വെള്ളം കയറിയാൽ ഇറങ്ങിപ്പോകുന്ന പതിവാണുള്ളത്. ഇപ്പോഴാകട്ടെ ഒരു വ്യത്യാസമുള്ളത്, പാലായുടെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറും മേഖലയിൽ അങ്ങേയറ്റം പാടശേഖരനെല്ലാം വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോകാൻ സമയമെടുക്കും. കുട്ടനാട് പ്രദേശത്തുള്ളവർ, അതായത് നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളവർ തീർച്ചയായിട്ടും കൂടുതൽ ജാഗരൂകരായിരിക്കണം. കാരണം ഈ വെള്ളമെല്ലാം ഒഴുകി അവിടെ എത്തുമ്പോൾ വലിയൊരു വെള്ളപ്പൊക്കത്തിന് സാധ്യത കോട്ടയം ജില്ലയിലുള്ള പടിഞ്ഞാറ് മേഖലയിലുണ്ട് എന്നുള്ള കാര്യവും ഈ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഈ നാടെങ്ങാൻ പാലാക്കാർക്കും പാലായ്ക്ക് വെളിയിലും വിദേശത്തും ഒക്കെയുള്ള എല്ലാവർക്കും പാലായിലെ വെള്ളത്തിന്റെ ദൈനംദിന വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം വേണ്ടി ഷെയർ ചെയ്യുന്നു. താങ്ക് യു. കൊട്ടാരമറ്റം 24-ാം വാർഡ് കൌൺസിലർ പാലായിലെ ബിജു മാത്യൂസ്. താങ്ക് യു.